മനസ്സിലാക്കാനുള്ള സസ്പെൻസ്, രണ്ടാളുടെ അഭിനയം നന്നായത്. ബേസിലിന്റെ കഴിഞ്ഞ ദിവസത്തിന്റെ കൂട്ട് തന്നെയാണ്, അതോ അതിൽ നിന്ന് ഭയങ്കര ഡിഫറൻസ് ആയിട്ട് തോന്നുന്നുണ്ടോ? അല്ല, ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് പോകാൻ പറ്റുന്ന മൂവിയാണ്. നല്ല പടം, കണ്ടിരിക്കാൻ ലാഗില്ല. കൊള്ളാം, സൗബിനിക്കയുടെ കൊള്ളാം, ചേട്ടന് എല്ലാവരെയും നല്ല വിനയമായിട്ട് നല്ല കൊള്ളാം, ലാഗൊന്നുമില്ല, കണ്ടിരിക്കാം. കോമഡി ഒരു ചെറിയ രീതിയിൽ എന്നാലും കണ്ടിരിക്കാൻ നല്ല വെറൈറ്റി ഹ്യൂമർ എല്ലാം കാണിച്ചു. പിന്നെ അതിനകത്ത് നമ്മുടെ ചെമ്പൻ വിനോദേട്ടൻ എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതൊരു സൗബിൻ ചേട്ടൻ്റെ വെറൈറ്റി വികലാംഗനായിട്ടുള്ളൊരു നല്ല സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും വ്യത്യസ്തമായ വെറൈറ്റി ആയിട്ടുള്ളൊരു കോമഡി വർക്കൗട്ട് നല്ല സൂപ്പറായിട്ട് ചിരിക്കാനുണ്ട്. എന്തായാലും ഫാമിലിക്കൊക്കെ പറ്റിയ നല്ലൊരു പടമാണ്. 2025 ഇറങ്ങിയാൽ ഒരു ഫാമിലിക്ക് പറ്റിയ നല്ലൊരു നല്ല ത്രില്ലർ, സസ്പെൻസ് എല്ലാം ഉണ്ട്. നല്ല വെറൈറ്റി, ഒരു ഷാപ്പ് പശ്ചാത്തലം നന്നായിരുന്നു. സൂപ്പർ കേട്ടോ. നമ്മള് ഈ അഭിനയിച്ചവർ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എല്ലാവരും പ്രേക്ഷകരുടെ അടുത്ത് എല്ലാവരുടെ അടുത്ത് ചോദിക്കും. ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. നമ്മള് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും ഒരു അപ്രിസിയേഷൻ കണ്ട് എല്ലാം വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തുള്ള കോമഡിയൊക്കെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മാത്രമല്ല, ഈ പറഞ്ഞ പോലെ കോമഡി മാത്രമല്ല, എൻ്റെ ഒരു നല്ല ക്യൂരിയോസിറ്റി ഉള്ള മൂവിയാണ്. സിനിമയുടെ എൻഡ് വരെ സ്റ്റാർട്ടിങ് മുതലേ ആ ക്യൂരിയോസിറ്റി വളരെ ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്യും. ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. സ്ക്രീനിൽ കണ്ടപ്പോൾ എന്താണ് തോന്നിയത്? കുറേ ഫ്രണ്ട്സിൻ്റെ കൂടെ അഭിനയിച്ചത്. അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഇപ്പോൾ നിലവിലിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമയെന്ന് കുറച്ച് ചേഞ്ചുള്ള സിനിമയാണ്. ഒരുപാട് ചിരിക്കാനൊക്കെ ഉണ്ട്. ചിരിക്കാനും ഉണ്ട്, അതേപോലെ തന്നെ അത്യാവശ്യം ത്രില്ലടിച്ചിരിക്കാവുന്ന കോമഡികളും എല്ലാം ഉണ്ട്. എല്ലാം രസമാണ്. ഓക്കെ നമസ്കാരം. എന്തായാലും എല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാം. നമ്മൾ അഭിനയിച്ചത് തന്നെ പറയുന്നതിന് അതിനൊരു ആലോചന ഉണ്ടല്ലോ. ഓക്കെ, സന്തോഷം.